ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അഷ്ടമുടി വെൽനസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മേക്ക് ഓവർ സെഷനുമായിട്ട് വരുന്നത്. ഇന്നത്തെ മേക്ക് ഓവർ സെഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മളൊരു സെലിബ്രിറ്റി മേക്ക് ഓവറാണ് ചെയ്യുന്നത്. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ആൻസി കബീർ 2019 മിസ് കേരള വിന്നറായിരുന്നു. ആൻഡ് ആൻസി വന്നിട്ട് നമ്മൾ വേറെ പല പേജൻസും നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഗൃഹലക്ഷ്മി, ഫേസ് ഓഫ് കേരള, ലുലു ഫാഷൻ ഫെസ്റ്റ് തുടങ്ങിയ പല ഇതിലും, പിന്നെ മലബാറിൻ്റെ ഒരു ഷോയ്ക്കൊക്കെ പല ഒക്കേഷൻസിൽ ഞങ്ങൾ ആൻസിക്ക് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടൊരു മേക്ക് ഓവറാണ് ഞങ്ങൾ നോക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ അറ്റയറിൽ എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ കളർ ഡ്രസ്സും ഒരു നോർത്ത് ഇന്ത്യൻ അറ്റയറിലുള്ളൊരു മേക്കപ്പാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ആൻസിയോട് ചോദിക്കാം. താങ്ക് യു. സോ വെൽക്കം ആൻസി. ഞങ്ങളുടെ അഷ്ടമുടി വെൽനസിൻ്റെ പുതിയൊരു വ്ളോഗ്. ഇന്ന് ആൻസിക്ക് ഞങ്ങൾ കുറേ തവണ മേക്കപ്പ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇന്നിപ്പം പുതിയൊരു മേക്കോ ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക, നല്ലൊരു മേക്കോ സെഷൻ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. കുറേ നാളുകൊണ്ട് ആൻസിയുടെ ടൈമൊക്കെ നമ്മൾ ചോദിച്ചിട്ടും സമയമൊക്കെ എത്തുവന്ന് ഇപ്പോഴാണ്. താങ്ക് യു സോ മച്ച്. സോ അഷ്ടമുടിയുടെ മേക്കോവേഴ്സിനെ പറ്റിയൊക്കെ ആൻസിയുടെ അഭിപ്രായം എന്താണ്? ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈം അല്ല അഷ്ടമുടിയായിട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് 2 പേജൻസിന് ബിഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേജൻസിന് ഔട്ട്സ്റ്റാൻഡ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അഷ്ടമുടിയും കൂടെ ആണെന്ന് ഞാൻ പറയണം. ദീസ് പീപ്പിൾ ആർ റിയലി മൈ ഫേവറേറ്റ്. കാരണം അതിനുശേഷം ഞാൻ കുറേ പേജൻസും ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ഷൂട്ട്സും ചെയ്തിട്ടുണ്ട്. ബട്ട് യു പീപ്പിൾ ആർ മൈ ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ലുക്കിംഗ് ഫോർവേഡ്. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള മേക്കപ്പ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആയിരിക്കും. വിൽ സീ ആഫ്റ്റർ ദാറ്റ്. തീർച്ചയായിട്ടും അഷ്ടമുടി ചെയ്യുന്ന മേക്ക് ഓവേഴ്സ് എല്ലാം നിങ്ങൾ നമ്മുടെ വ്ലോഗ്സ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ചെയ്യുന്നത്. ഒരു ടോട്ടലി ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ആൻസി നല്ല ഭംഗിയുള്ള കുട്ടി. വേറെ പറയേണ്ട കാര്യമില്ല, മിസ് കേരളയാണ്. എങ്കിൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ അതിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുക, അതാണ് നമ്മൾ നോക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് മേക്ക് ഓവർ. ഫേസിന് ആ ഭംഗി അതേപോലെ നിലനിർത്തിക്കൊണ്ട് കുറച്ചും കൂടെ എന്താ പറയണ ഒരു നിങ്ങൾ തന്നെ പറയണം എന്താണ് റിസൾട്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഇട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞങ്ങളുടെ ചാനൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ അപ്ലോഡ്സും നിങ്ങൾക്ക് ഇമീഡിയറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മേക്ക് ഓവറിലേക്ക് പോവാം. താങ്ക് യു. നമ്മൾ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ മോഡൽ ആൻസിയാണ്, മിസ് കേരളയാണ്. അപ്പോൾ നമുക്ക് ആൻസിയുടെ അടുത്ത് തന്നെ ആൻസിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചേക്കാം. ആൻസി മിസ് കേരളയുടെ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറേ പ്രജൻസിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? മേക്കപ്പ് ഒക്കെ ഇഷ്ടമായോ? അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പാരൻസിനാണെങ്കിലും മേക്കപ്പ് ഇസ് എ റിയലി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിർത്തുന്ന ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. താങ്ക് യു സോ മച്ച് ആൻസി. അപ്പോൾ അതായത് നമ്മൾ ആൻസി മിസ് കേരള ആയതിനു ശേഷം അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് പെട്ടെന്ന് ഒരു ആൻസി ആദ്യമേ എന്താ പറയുക, നേരത്തെ ആണെങ്കിൽ കുറച്ച് പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ വൺസ് നമ്മളൊരു സെലിബ്രിറ്റി ആയതിനു ശേഷം, അതായത് മിസ് കേരള ആയതിനു ശേഷം ആൻസിയുടെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? As a person, I have not changed. Okay. Definitely yes, reach കിട്ടി. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് ആൾക്കാരിലോട്ട് എത്താൻ പറ്റി. അതെ അത് തന്നെയാണ് ബിഗ്ഗസ്റ്റ് ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. ആൻസി അതിനുശേഷം കുറേ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മേക്കപ്പും കുറേ ഷൂട്ട്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് പോകാം.
പ്രദേശ് ഭായ് ഒരു മുഖവരിയില്ലാത്ത വ്യക്തിത്വം, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഏത് ഷൂട്ടിലും ഞങ്ങളുടെ മേക്കപ്പിൻ്റെ ഒരു അവസാന വാക്കം എന്ന് പറയുന്നത് മോസ്റ്റ്ലി അഷ്ടമുടിയാണ്. ഇന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം അല്ല, പക്ഷേ റിച്ച് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് നമുക്ക് സിദ്ര ബോട്ടിക്ക് തന്നത്. ആൻഡ് നമ്മൾ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു മേക്കപ്പ് ഡിഫറൻസ് ആണ്, ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് മേക്ക് ഓവറാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഷൂട്ടിൻ്റെ ഔട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ കുറേ ഷൂട്ട്സ് ഇപ്പോൾ ചെയ്തു വേർഷൻ വണ്ണുമായിട്ട് ചേർന്നിട്ട്. ആൻഡ് നന്നായിട്ട് എല്ലാം നല്ലൊരു ഔട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഹോപ്പ്ഫുള്ളി യു എൻജോയ്ഡ് ഇറ്റ്. കറക്റ്റ്. ഞങ്ങളത് റിയൽ പാഷനാണ്. ഞങ്ങൾ ഈ ഷൂട്ട്സ് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു ദിവസമാണ്. അതുപോലെ നമ്മൾ ഒരു മാസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ റെഫറൻസ് ഒക്കെ എടുത്തിട്ട് ഭയങ്കര ടീം വർക്കാണ് എന്ന് പറയുന്നത്. ഓവറാൾ നിശാന്ത് ആയാലും ഔട്ടേക്ക് സ്റ്റുഡിയോസ് ആയാലും സിദ്ര ആയാലും അഷ്ടമുടി ആയാലും. സോ ഓവറാൾ ഇറ്റ്സ് എ ടീം വർക്ക്. നമ്മുടെ മോഡൽസും അവരും ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് അല്ലേ പ്രദേശ് ഭായ്? തീർച്ചയായിട്ടും. അതേപോലെ ഞങ്ങളുടെ ഒരു അഷ്ടമുടി വെൽനസിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അഷ്ടമുടി വെൽനസ് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും മേക്കപ്പിൻ്റെ ടിപ്സിനും മേക്കപ്പ് റിലേറ്റഡ് മേക്ക് ഓവർ സെഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർ, മേക്കപ്പ് താല്പര്യമുള്ളവർ, മേക്ക് ഓവർ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അഷ്ടമുടി വെൽനസ് എന്നാണ്. ആൻഡ് അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വേറെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് us. Thank you, Riaz bhai. Thank you, Pradesh bhai. Thank you so much for all your support. Yes.